കരുവന്നൂർ കേസിൽ മുൻ MP PK ബിജുവിനും കൌൺസിലർ MR ഷാജനും കൂടി ED നോട്ടീസ് ലഭിച്ചതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിജുവിനോട് വ്യാഴാഴ്ചയും ഷാജനോട് വെള്ളിയാഴ്ചയും ഹാജരാകാനാണ് നിർദ്ദേശം. കരുവന്നൂർ തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിക്കാൻ CPM നിയോഗിച്ച സമിതിയിലെ അംഗങ്ങളാണ് ഇരുവരും. CPM തൃശൂർ ജില്ലാ നേതൃത്വത്തിന് കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. നാളെ ജില്ലാ സെക്രട്ടറി MM വർഗീസ് EDക്ക് മുന്നിൽ ഹാജരാകില്ല. ഏത് സാഹചര്യവും നേരിടാൻ പാർട്ടിയിൽ നിന്നുള്ള ഉറച്ച പിന്തുണയും നേതാക്കൾക്കുണ്ട്. നോട്ടീസിന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. സംസ്ഥാന നേതൃത്വവും ആയിട്ട് ആലോചിച്ചിട്ട് എങ്ങനെയുള്ള രഹസ്യ അക്കൗണ്ട് എന്ത് രഹസ്യ അക്കൗണ്ടൊന്നും എനിക്കറിയില്ല. രഹസ്യമായൊരു അക്കൗണ്ടും ഇല്ല നമുക്ക്. എനിക്ക് നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല. നോട്ടീസ് തന്നെ രാഷ്ട്രീയം വേറെ ഒന്നും ഇതിന് പിന്നിലില്ല. അങ്ങനെ രാഷ്ട്രീയമായിട്ട് നമുക്ക് നോക്കാം. നോട്ടീസ് നൽകുന്നതല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകാത്തത് CPM BJP കൂട്ടുകെട്ടിന്റെ പ്രതിഫലനമാണെന്നാണ് കോൺഗ്രസ് നിലപാട്. അതായത് ഡീലിന്റെ ഭാഗമാണ്. BJP ഒരാളെ ഡൽഹിക്ക് അയക്കുക, പകരം ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷത്തിനെ സഹായിക്കുക. അതാണ് ഡീല്. കരുവന്നൂർ വിഷയത്തിൽ പദയാത്ര നടത്തിയ സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പിലും അത് പ്രധാന ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. പ്രസ്ഥാനങ്ങളിലെ അധമം അത് തൂക്കിലേറ്റണം. കരുവന്നൂരിലെ ജനതയുടെ പണത്തെ സംബന്ധിച്ച് മാത്രമാണ് എന്റെ ഇടപെടൽ. അവരുടെ പണം തിരിച്ചു കിട്ടും. പണം ലഭിക്കാത്ത ഇടത് അനുഭാവികളായ നിക്ഷേപകരുടെ വോട്ട് പോലും ഇത്തവണ ചോർന്നു പോകുമെന്ന ആശങ്കയിലിരിക്കുമ്പോഴാണ് ED നീക്കങ്ങളും CPMനെ പ്രതിരോധത്തിലാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.